സരസ്സും അമ്മയും കൂടി നമ്മുടെ കൂടെ ഉണ്ട്. അമ്മയും കുറേ ആയല്ലോ ഇവിടെ ജോലി ചെയ്യുന്നത്? കുറേ ആയോ? ഇല്ല, ഞാനങ്ങനെ കൂടുതലായിട്ട് കൂടുതലായിട്ടില്ല, അടുത്താണ്. അടുത്താണ്. ഇപ്പോൾ ഈ ജനുവരി മാസം തൊട്ടപ്പോൾ ഞാൻ അവിടെ പോയി 4 വർഷം പോയിട്ടുണ്ട്. ഇത് 4ാമത്തെ വർഷമാണ്. അപ്പോൾ ഇപ്പോൾ ഈ ജനുവരി തൊട്ടാണ് പോയി തുടങ്ങിയത്. അപ്പോൾ ഇന്നലെ വരെ മിനിഞ്ഞാന്ന് വരെ പോയി. ഇന്നലെ പോയിട്ടില്ല. ഇന്നലെ പോയിട്ടില്ല. എന്തെങ്കിലും കാരണം കൊണ്ട് കാരണം കൊണ്ട് പോയില്ല. പോവാന്ന് വെച്ചാൽ തറവാട്ടമ്പലത്തിൽ കളം, പിന്നെ മോൻ്റെ കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നെ വേറൊരിടത്തിലാക്കിയിട്ട് പോവാം. അപ്പോൾ പിന്നെ വിൻസൻ പറഞ്ഞു വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ പോയില്ല എന്ന് മാത്രം ഇന്നലെ. അപ്പോൾ പിന്നെ കളം കൂടിയിട്ടുമല്ലേ, പരിപാടിയുള്ള കാരണം കൊണ്ട് കൂടുതൽ പോയില്ല. അല്ലെങ്കിൽ കുട്ടീനെ ഇപ്പോൾ എവിടെയെങ്കിലും ആക്കിയിട്ട് പോയിരുന്നു. പിന്നെ രാവിലെ ഒന്നും പോകാൻ പറ്റിയില്ല, കുട്ടികളെ കാരണം കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. പിന്നെ ഒരു 3:30 സമയമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ വെള്ളം പിടിക്കുക, ഞങ്ങളെല്ലാം 3 പേരും കൂടിയിട്ട് ഇങ്ങനെ വെള്ളം പിടിച്ചിട്ട് നോക്കുമ്പോൾ ഒരു പൊട്ട് കേട്ടു നോക്കുമ്പോൾ ഇതിപ്പോൾ ഇടിമിന്നലല്ലല്ലോ ഇത്. ഇത്ര ദൂരത്ത് കേട്ടു, ഇവിടുന്ന് കേട്ടു, പൊട്ടൽ ഇടിമിന്നലല്ലോ ഇത് എന്ന് പറഞ്ഞു. അവിടുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എന്നെ ഒരാൾ വിളിച്ചു, ഇവിടെ അടുത്തുള്ള ഒരു കുട്ടീനെ വിളിച്ചു. അവരുടെ വീട് മുണ്ടത്തിക്കോട്, പെങ്ങളെ കല്യാണം കഴിച്ച വീടാണ്. അപ്പോൾ എന്താ മോനെന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ ചേച്ചി വീട്ടിലുണ്ടോ ചോദിച്ചു. ഞാൻ വീട്ടിലുണ്ടോ, നീ എന്താണെന്ന് വെച്ചെങ്കിൽ പറയുമെന്ന് പറഞ്ഞു. അല്ല വീട്ടിലുണ്ടല്ലോ, ഇനി ഞാൻ ഒന്നും പറയണില്ല എന്ന് പറഞ്ഞു. അവൻ ഫോൺ കട്ടാക്കായി, നീ കട്ടാക്കരുത്, എന്തുണ്ടെങ്കിലും നീ പറഞ്ഞോളോട്ടാന്ന് പറഞ്ഞു. എവിടെ നിന്നൊരു പൊട്ട് കേട്ടില്ല, അത് എന്താ സംഭവം എന്ന് ചോദിച്ചു ഞാൻ. ആ പൊട്ട് കേട്ട കാരണം കൊണ്ടാണ് വിളിച്ചത്. പ്രേമമായി വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ 2 പേരുണ്ട്. പ്രേമമായി ഉച്ചവരെ പോയി, ആൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആളൊരു 12 കാലമാകുമ്പോൾ ആൾ വന്നിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ അന്ന് അവിടുന്നൊന്നും പറഞ്ഞില്ല, പിന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് പിന്നെ വെച്ചു. അപ്പോൾ പിന്നെ എല്ലാവരും അങ്ങോട്ട് പോയി തുടങ്ങി. അപ്പോൾ അവിടുന്ന് തന്നെയാണ് പൊട്ടുന്നത് കഴിഞ്ഞിട്ട് പിന്നെ മനസ്സിലായില്ല ഇങ്ങനെ ഒരു അപകടം നടന്നു എന്നുള്ള കാര്യം. പിന്നെ മനസ്സിലായത്. അപ്പോൾ ഈ കുട്ടി വിളിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല, ഇനി വീട്ടിലുണ്ടല്ലോ അത് മതിയെന്നും പറഞ്ഞു. ഞാൻ വിവരം പറഞ്ഞപ്പോൾ പറഞ്ഞു അവിടുന്ന് ഒരു പൊട്ട് കേട്ടു, എന്താ അത് അറിഞ്ഞിട്ടില്ല. ആ കുട്ടി അറിഞ്ഞിട്ടുണ്ട്, നമ്മൾ വിഷമിക്കാൻ വെച്ചിട്ട് പറയാതിരുന്നതാണ്. അങ്ങനെ പിന്നെ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ എല്ലാവർക്കും പറ്റിയെന്നുള്ള വിവരങ്ങൾ നമ്മൾ അറിഞ്ഞു. കുറേ പേര് ഉണ്ട്, ഇന്നലെ കൂടുതൽ പേര് വന്നിട്ടുണ്ടെന്നും പറഞ്ഞു. കുറേ ആൾക്കാർ ഇന്നലെ വന്നിട്ടുണ്ട്, പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെയൊക്കെ ചെറുപ്പം പിള്ളേർ കുറേ ഉണ്ട് ഇതിൽ. അവർക്കൊക്കെ കൂടുതൽ മരുന്ന്, ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അവർ തിരിമുറിച്ച് തന്നാൽ ഞങ്ങൾക്ക് ഈ ഓല മരുന്ന് അവരെടുത്ത് തരും. അപ്പോൾ ഇത് പടക്കം കെട്ടിൽ മാത്രം. അപ്പോൾ ഇവർക്ക് തിരിമുക്കാനും അത് പേർത്തിടാനൊക്കെ പോകും, ഈ അമ്മായി പേർത്തിടാനൊക്കെ പോകും. ഞങ്ങൾ അങ്ങനെ പോവില്ല, ചെയ്യില്ല, നമുക്കതിനെ പറ്റിയിട്ട് അറിയില്ല, അപ്പോൾ പോവില്ല.